അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 58. ഇതിൻ്റെയെല്ലാം അനിവാര്യ ഫലമായിട്ടാണ് മുശ്രിക്കുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും ഖുർആനും നിഷേധിച്ചത്. പ്രവാചകത്വത്തെപ്പറ്റി അവർക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും തങ്ങളുടെ ഇടയിൽ ജീവിച്ചു വരുന്ന വേദക്കാർ വഴിയും മറ്റും കേട്ടുപരിചയം ഉണ്ടെന്നതിൽ സംശയമില്ല. തങ്ങളുടെ പൂർവ്വ പിതാക്കളും വന്ധ്യ നേതാക്കളുമാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും. മൂസാ നബി അലൈഹിസ്സലാമയെയും ഈസാ നബി അലൈഹിസ്സലാമയെയും കുറിച്ച് അവർക്ക് കേട്ടറിവുമുണ്ട്. ആകയാൽ അള്ളാഹു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാരെയും ദൈവദൂതന്മാരെയും നിയമിക്കുക പതിവുണ്ടെന്ന വസ്തുത അവർക്ക് അജ്ഞാതമല്ല. എന്നാൽ പ്രവാചകന്മാരുടെ യഥാർത്ഥ നിലപാടുകളും സ്ഥിതിഗതികളും എന്തെല്ലാമായിരുന്നുവെന്നോ ജനങ്ങളും അവരുമായുള്ള ബന്ധം എപ്രകാരമായിരുന്നുവെന്നോ അവർക്കറിഞ്ഞുകൂടാ. ഊഹാപോഹങ്ങളും പഴഞ്ചൻ കഥകളും വഴി പ്രവാചകന്മാരെപ്പറ്റി അവർ എന്തൊക്കെയോ ഊഹിച്ചു വച്ചിരിക്കുകയായിരുന്നു. മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ അവർക്കിടയിൽ അനാഥനായി പെറ്റുവളർന്നു വന്ന ഒരു സാധാരണ വ്യക്തി. മഹാത്മാക്കൾക്ക് മഹാത്മാക്കളുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമകൾക്ക് പോലും ദിവ്യത്വം കൽപ്പിച്ചുവശായ അവർക്ക് തങ്ങളിൽ പെട്ട ഒരു മനുഷ്യൻ ദൈവദൂതനായി തീരുകയെന്നത് അസംഭവ്യ കാര്യമായി തോന്നി. അങ്ങനെ പ്രവാചകൻ എങ്ങനെയാണ് തിന്നുകയും കുടിക്കുകയും അങ്ങാടിയിൽ കൂടി നടക്കുകയുമെല്ലാം ചെയ്യുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾ അവരിൽ നിന്ന് പുറത്തു വന്നു.